വിവേചനാധികാരം കൂടിയാണ്. അങ്ങനെ നടപടി വേണമെന്ന് യുവതി ആവശ്യപ്പെടാത്തിടത്തോളം ഈ പുതിയ പരാതിക്ക് പ്രസക്തിയുണ്ടോ എന്നതിൽ നമുക്ക് വ്യക്തതക്കുറവുണ്ട്. എന്തു തന്നെയാണെങ്കിലും അതിജീവിതയുടെ പരാതി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി നിലനിൽക്കുന്ന പശ്ചാത്തലം അവിടെയാണ് പ്രേക്ഷകരെ ശ്രദ്ധിക്കേണ്ടത്. അതിൽ വാദം പൂർത്തിയായ ശേഷം മറ്റൊരു നോട്ട് ടു അറസ്റ്റ് ഹർജി നൽകുമ്പോൾ അതിനിപ്പോൾ അതായത് നിലവിൽ വാദം പൂർത്തിയായ ഘടന നമ്മൾ പരിശോധിക്കുമ്പോൾ അതിജീവിത നൽകിയ പരാതിയിൽ അറസ്റ്റിലേക്ക് പോകരുത് എന്ന ഒരു നിരീക്ഷണം കോടതി നടത്താൻ അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഉണ്ടായാൽ അന്വേഷണ സംഘം അടുത്ത കേസിലാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അതിജീവിത നൽകിയ ഒരു കേസുണ്ട്, അത് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ FIRനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വാദമാണ് പ്രധാനമായും കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. അതിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു നിർദ്ദേശം കോടതി നൽകിയാൽ അന്വേഷണ സംഘത്തിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എന്നത് ഇപ്പോൾ യുവതി നൽകിയിട്ടുള്ള, അതായത് ബാംഗ്ലൂർ സ്വദേശിയായ യുവതി KPCCക്ക് നൽകിയ പരാതി അത് അന്വേഷണ സംഘത്തിലേക്ക് എത്തുകയും അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലും ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ബലാത്സംഗ കുറ്റത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാം. അവിടെ അന്വേഷണ സംഘത്തിന് ഒരു ന്യായം പറയാം. കാരണം ഞങ്ങൾ കോടതിയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ ജാമ്യത്തിന് ശ്രമിച്ചത് ഈ അതിജീവിതയുടെ പരാതിയിലാണ്. ഞങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ആ പരാതിയിലല്ല, മറിച്ച് പുതിയൊരു പരാതിയുണ്ടല്ലോ അതിൽ ആണ് എന്ന തരത്തിലൊക്കെയുള്ള വാദങ്ങൾ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമായി മാറുന്നു എന്നതുകൊണ്ടാണ് ഇക്കാര്യം പ്രേക്ഷകരെ സൂചിപ്പിച്ചത്. ഒരുപക്ഷെ അങ്ങനെയുള്ള അറസ്റ്റും നടക്കാൻ പാടില്ല എന്നതിൻ്റെ ഭാഗമായിട്ടാണോ നോട്ട് ടു അറസ്റ്റ് പോലെയുള്ള ഒരു ഹർജി നൽകിയത് എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. ഇതൊരു സാധ്യത മാത്രമാണ്. ഒരു പക്ഷേ മുൻകൂർ ജാമ്യം ലഭിക്കുക, അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആ സാധ്യത കൂടി അടയ്ക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ ഒരു ഹർജി നൽകിയത് എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. അതല്ല എങ്കിൽ തീർച്ചയായും പ്രോസിക്യൂഷന്റെ വാദത്തെ കൃത്യമായി മുഖവിലക്കെടുത്തു കോടതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കോടതി ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി ഒരു നിലപാടിലേക്ക് പോയത് എന്നത് ആണ് മനസ്സിലാക്കേണ്ടതായി വരുന്നത്. അതിൻ്റെ ഭാഗമായി കോടതി ഒരു പക്ഷേ മുൻകൂർ ജാമ്യം തള്ളുകയാണ് എങ്കിൽ, മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് ഒരു പ്രതിവിധി എന്ന നിലയിലാണോ അറസ്റ്റിലേക്ക് പോകരുത് എന്ന ഒരു നീക്കത്തിലേക്ക്, കസ്റ്റഡിയിലെടുത്താൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തരുത് എന്ന ഒരു ഹർജിയുമായി കോടതിയിലേക്ക് എത്തിയത് അന്വേഷണ സംഘത്തിൻ്റെ അത്തരം ഒരു സാധ്യതയ്ക്ക് തടയിടുന്നതിന് വേണ്ടിയാണോ എത്തിയത്? ഇത്തരം കാര്യങ്ങളിൽ ആണ് വ്യക്തത കൈവരേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതൊന്നും വിലയിരുത്താൻ സാധിക്കില്ല. കോടതിയാണ് ഇതിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇത്തരം നീക്കങ്ങൾ ആണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ കോടതി വിധി എന്ത് എന്നറിയാൻ ഇനിയും നമുക്ക് ഒരല്പസമയം കൂടി കാത്തിരിക്കണം എന്നാണ് പ്രേക്ഷകരോട് ആവർത്തിച്ച് പറയാനുള്ളത്. പല സാധ്യതകളാണ് മുന്നിൽ തെളിയുന്നത്. രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അത് KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. KV ബൈജു പറയുന്നതനുസരിച്ച് ഹോസ്ദുർഗിൽ അദ്ദേഹം കീഴടങ്ങിയേക്കും എന്നുള്ളതാണ്. അവിടെയും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, അത് ഒരു അഭ്യൂഹം മാത്രമാണ്, ഒരു വാർത്താ പ്രചരിപ്പിക്കൽ ആണോ എന്നൊന്നും നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. മറ്റെവിടെയെങ്കിലും കീഴടങ്ങുമോ എന്നതിലും നമുക്ക് വ്യക്തതയില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണോ കീഴടങ്ങുന്നത് എന്നതിൽ വ്യക്തതയില്ല. ജാമ്യം തള്ളുകയാണ് എങ്കിൽ നിയമത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണോ അത്തരം ഒരുക്കങ്ങൾ? അതിലും വ്യക്തതയില്ല. എന്ത് തന്നെയാണ് എങ്കിലും അടച്ചിട്ട കോടതിയിലാണ് വാദങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. അവിടെ വാദപ്രതിവാദങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഡോക്യുമെന്റുകളും പ്രധാനപ്പെട്ടതാണ്. അധികമായി നൽകിയിട്ടുള്ള തെളിവുകൾ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഡാനിലേക്ക് വീണ്ടും പോവുകയാണ്. ഡാൻ, മണിക്കൂറുകൾ നീണ്ട വാദം, അതായത് 2 മണിക്കൂറിലധികം നീണ്ട വാദമായിരുന്നു ഇന്നലത്തേത് എങ്കിൽ ഇന്നും ഏതാണ്ട് സമാനമായ തരത്തിൽ 11 മണിയോട് കൂടിയാണല്ലോ വാദം ആരംഭിച്ചത്. ഇപ്പോഴിതാ 12:30 എത്തുന്നു സമയം. 1 മണിയോടുകൂടി വിധിപ്രസ്താവം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇന്നും കൃത്യമായ വാദങ്ങൾ, ശക്തമായ വാദങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട വാദമാണ് പ്രതിഭാഗത്തിൻ്റെയും അതോടൊപ്പം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്.
വലിയ ശക്തമായ വാദമുഖങ്ങൾ. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അതടക്കം ഈ ജാമ്യാപേക്ഷ തള്ളുന്നതിൽ പരിഗണിക്കണം എന്ന തരത്തിലായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം പ്രതിഭാഗം പ്രധാനമായി ഇതൊരു ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധമാണ്, അതിനെ ഒരിക്കലും റേപ്പായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പീഡനമായോ കണക്കാക്കാൻ കഴിയില്ല. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രേരണയും ഗൂഢാലോചനയും നടന്നിട്ടുണ്ട്. ഇതടക്കമുള്ള രാഹുലിന്റെ അഭിഭാഷകന്റെ വാദമുഖങ്ങളാണ് കോടതി മുറികളിൽ ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതേസമയം നോ ടു അറസ്റ്റ് എന്ന ഒരു പുതിയ ഹർജി കൂടി പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ചില ഒരു ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന് മുമ്പ് നോ ടു അറസ്റ്റ്, അതായത് അറസ്റ്റ് തടയണം എന്ന ഹർജിയാണോ അതോ ഈ അറസ്റ്റ് പൂർണ്ണമായും തടയണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണോ ഈ ഹർജി നൽകിയിരിക്കുന്നത്? ഇതിൽ ഒരു വ്യക്തത വരാനുണ്ട്. എന്തായാലും 1 മണിക്ക് ഈ കേസിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് വിധി വരും. അത് ഒരുപക്ഷെ ഈ അറസ്റ്റ് തടയണമെന്ന വാദത്തിലാകാം, ഒരുപക്ഷെ അങ്ങനെ ഒരു ഹർജിയിലാകാം ഒരുപക്ഷെ ആദ്യം വിധി പറയുക. അതല്ല എങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനുള്ള സാധ്യത മുന്നിലുണ്ട്. ഇതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരാനുണ്ട്. നമുക്ക് കോടതിക്കുള്ളിൽ നിന്നുള്ള കൃത്യമായ സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഇനി നമുക്ക് ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വാദം പൂർത്തിയായിരിക്കുന്നു. 1 മണിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിധി വരുമെന്നാണ് കോടതിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഡാൻ, അതിൽ കുറച്ചുകൂടി വ്യക്തത വരുന്നതിന് വേണ്ടിയാണ്, സ്വാഭാവികമാണ്, ഞാൻ ആവർത്തിച്ച് പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുകയാണ്. അടച്ചിട്ട മുറിയിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്നത്. അതിൽ ആദ്യത്തേത് എന്നത് അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ FIR രജിസ്റ്റർ ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രതി സ്ഥാനത്തേക്ക് എത്തുകയാണ്. പ്രതി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പിക്കലല്ല, പ്രതി പട്ടികയിലേക്ക് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. പിന്നീട് കുറ്റക്കാരനാണോ എന്നൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോഴും പ്രതിസ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ അതിൽ ജാമ്യം ഉള്ള വകുപ്പുകൾ ചുമത്താം, ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്താം. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് പോകുന്നത്. ഇതിൽ ഈ നോ ടു അറസ്റ്റ് ഹർജി സമർപ്പിച്ചൊരു പശ്ചാത്തലം എന്താണ് എന്നതിൽ നമുക്ക് വ്യക്തത കൈവരുന്നുണ്ടോ? ഒപ്പം ഈ മുൻകൂർ ജാമ്യം ലഭിച്ചാൽ സ്വാഭാവികമായും പിന്നീട് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും ഒരു നോ ടു അറസ്റ്റ് ഹർജിയിലേക്ക് പോയത്? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ ഡാൻ? മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ വിധി പറയാൻ വൈകുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാകണം പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പുതിയൊരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ആ ഹർജിയിന്മേലാകും ഒരുപക്ഷെ 1 മണിക്ക് കോടതി വിധി പറയുകയെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അന്തിമ വിധി മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് അന്തിമ വിധി വരികയുള്ളൂ എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് ഡിസംബർ 8-നാണ്, ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ 8-നാണ് കോടതി ചേരുക. അന്നാകും അന്തിമ വിധി വരികയെന്ന സൂചനകളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം ഇന്ന് സമർപ്പിച്ച ഹർജിയിന്മേലാകും 1 മണിയോടെ വിധി വരിക എന്ന പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. തീർച്ചയായും അതിൽ കൂടുതൽ വ്യക്തത കൈവരികയാണ് പ്രേക്ഷകരെ. അതായത് നിലവിൽ മുൻകൂർ ജാമ്യ ഹർജിയിന്മേൽ വാദപ്രതിവാദങ്ങൾ അതിശക്തമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് കോടതിക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ, പരസ്പരം ഖണ്ഡിക്കുന്ന തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ, ഡോക്യുമെന്റുകൾ നൽകിക്കൊണ്ടുള്ള, ഡിജിറ്റൽ തെളിവുകൾ നൽകിക്കൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടാകുമോ എന്നതിൽ സംശയമാണ്. അടുത്ത 2 ദിവസം സിറ്റിംഗ് ഇല്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇനി കോടതി ചേരുന്ന ഘട്ടത്തിൽ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവം ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു കാലയളവിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുന്ന പശ്ചാത്തലമുണ്ട്. നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടം ദിവസങ്ങളായി ഒളിവിൽ എന്ന് പറയുമ്പോൾ പോലും കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത പശ്ചാത്തലം ഉണ്ടോ? അവിടെ ഇതാ ഇപ്പോൾ വിമർശനങ്ങൾ ശക്തമാവുകയാണ്. പോലീസ് ഒളിച്ചു കളിക്കുകയാണോ എന്ന ചോദ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിൽ ചില രാഷ്ട്രീയം കൂടി നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇങ്ങനെ ഒരു വിഷയം അന്തരീക്ഷത്തിൽ നിൽക്കുക എന്നത് CPM-നെയും സർക്കാരിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ വലിയ ആശ്വാസകരമാകുന്ന ഒന്നാണ്. കാരണം സർക്കാരിനെതിരായ ആക്ഷേപങ്ങൾ, CPM-നെതിരായ ആക്ഷേപങ്ങളുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രം മാറിപ്പോവുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ എന്താണ് ഒരു
MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അങ്ങനെ കേരള പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരു MLAക്ക് തുടരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നു. ഇനി അറസ്റ്റ് ചെയ്യാതിരുന്നാൽ സർക്കാരും ആഭ്യന്തര വകുപ്പുമൊക്കെ വലിയ തോതിലുള്ള വിമർശനം നേരിടുവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചും ചില നിരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇനി നമ്മൾ പോകുന്നത് കൊട്ടിക്കലാശത്തിന്റെ ദിവസങ്ങളിലേക്കാണ്. 9-ാം തീയതിയാണ് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നിശബ്ദ പ്രചാരണമാണ് 8-ാം തീയതി. അങ്ങനെയെങ്കിൽ എറണാകുളം വരെ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ കൊട്ടിക്കലാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ ദിവസങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറയാൻ സാധ്യതയുണ്ട്. ഇന്നോ നാളെയോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അത് വാർത്തകളിൽ നിറയുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഭാഗമോ കോൺഗ്രസോ ഒക്കെ മുന്നിൽ കാണുന്നുണ്ടാകും. അതിന് തടയിടുക എന്ന ഒരു നീക്കം ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ഉണ്ടാകാതിരിക്കുക. രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയാൽ പോലും, അതായത് നിലവിൽ ഒളിവിൽ എന്ന് പറയുമ്പോൾ പോലും അത് പൂർണ്ണമായും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എന്നൊന്നും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുകയില്ല. പോലീസിന് വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടം എവിടെയുണ്ട് എന്ന് അറിയാമെന്ന് പ്രതികരിക്കുന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥർ പോലുമുണ്ട്. അങ്ങനെയൊന്നും വെട്ടിച്ച് ഒരു MLAക്ക് പുറത്തു പോകുക എന്നത് സാധ്യമല്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആദ്യ വിധി അറസ്റ്റ് തടയുന്നതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തേക്ക് അറസ്റ്റിലേക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ മറ്റൊരു സാധ്യത നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ ഹാജരാകാനുള്ള സാധ്യത, കീഴടങ്ങാനുള്ള സാധ്യത. അങ്ങനെ കീഴടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താം. നമ്മൾ ഇതിനു മുമ്പ് നടിയെ ആക്രമിച്ച കേസിലടക്കം കണ്ടിട്ടുള്ളതാണ്. പ്രതികൾ കോടതി വളപ്പിലെത്തിയ ഘട്ടത്തിൽ, കോടതിക്ക് മുന്നിൽ എത്തിയപ്പോൾ, കോടതി മുറിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും നാടകീയമായി നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തെ അടക്കം ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാനാകില്ല. രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ ഹാജരാകുന്ന നിമിഷം പോലും അറസ്റ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എവിടെ ഹാജരാകുമെന്നതിൽ ഉറപ്പില്ല. എന്തായാലും ഈ നോട്ട് ടു അറസ്റ്റ് എന്ന ഹർജിയിൽ തീരുമാനമുണ്ടായാൽ തന്നെ അത് ടെക്നിക്കലി അത് രാഹുലിന് വലിയ ഗുണകരമാകുന്ന ഒന്നാകും. അറസ്റ്റ് തടയാൻ കോടതി തയ്യാറാകുന്നില്ല എങ്കിൽ ഏത് നിമിഷവും അറസ്റ്റിലേക്ക് പോകാം. കീഴടങ്ങിയാലും അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ രേഖപ്പെടുത്താം. അങ്ങനെയുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് വൈകാൻ സാധ്യതയുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഒളിവിൽ തുടരുക എന്നത് രാഹുലിന് സാധ്യമാകാത്ത ഒരു സാഹചര്യം. അങ്ങനെ ഉള്ള പശ്ചാത്തലത്തിൽ വേണം ഈ നോട്ട് ടു അറസ്റ്റ് ഹർജിയുമായി മുന്നോട്ട് പോയത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് സജിത്ത്? പുതിയ നീക്കമാണ് രാഹുലിൻ്റേത്. ഈ നീക്കത്തിന് മറ്റൊരു സാധ്യത കൂടിയുണ്ട്. കാരണം അടുത്ത ദിവസങ്ങളിൽ ഈ മജിസ്ട്രേറ്റ് അവധിയിലാണ്, ജഡ്ജ് അവധിയിലാണ്. സ്വാഭാവികമായി വിധി പറയൽ നീണ്ടുപോകും. സാങ്കേതികമായി കോടതി ചേരൽ വൈകുന്നത് കൊണ്ട് തന്നെയാണ് വിധി പറയൽ നീണ്ടുപോകുന്നത്. ഒരു